ഡിലൈറ്റ് കംസ് ഫ്രം പ്രൈവറ്റ് റീഡിങ് ആൻഡ് ലേഷ്വർ ടൈം. ഓക്കെ, ഈ ഡിലൈറ്റ് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, സന്തോഷം എങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ചെറിയ ചെറിയ സമയങ്ങളിലൊക്കെ, നമുക്ക് കുറഞ്ഞ സമയങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വായിക്കുന്നതോടുകൂടി നമുക്ക് എന്തുണ്ടാവണം, ആ സമയത്ത് ഒരു സന്തോഷം ഉണ്ടാവണം. നമ്മൾ ഒറ്റപ്പെട്ടതല്ല, നമുക്ക് കൂട്ടിയൊരാളുണ്ടെന്നുള്ള ആ ലേഷ്വർ ടൈം നമ്മൾ എൻജോയ് ചെയ്യുന്ന സമയമൊക്കെ വായനയുടെ കൂടെ ആവുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു സന്തോഷം, ഡിലൈറ്റ് ഉണ്ടാവുകയാണ്. ഓർണമെന്റ് ഹെൽപ്സ് ഇൻ കോൺവെർസേഷൻ ആൻഡ് എക്സ്പ്രഷൻ. ഓക്കെ, അലങ്കാരം എവിടെ ഉണ്ടാവുക, നമ്മൾ മറ്റാളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, കോൺവെർസേഷൻസ് നടക്കുമ്പോൾ, നമ്മൾ കുറച്ച് പഠനമുള്ളവരാണെങ്കിൽ, നമുക്ക് അത്യാവശ്യം അറിവുകൾ ഉണ്ടെങ്കിൽ, നമുക്കത് അവരുടെ ഇടയിൽ ഒരു അലങ്കാരമായിട്ട്, ഒരു ഓർണമെന്റ് ആയിട്ട് മാറുകയാണ്. എബിലിറ്റി, എവിടെ എബിലിറ്റി ഉണ്ടാവുക, എബിലിറ്റി ഹെൽപ്സ് ഇൻ ജഡ്ജ്മെന്റ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഹാൻഡ്ലിംഗ് ബിസിനസ്. അല്ലെ, നമുക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ ആളുകളോട് ഇടപഴകാനുള്ള കഴിവ്, ആളുകളോട് നല്ല രീതിക്ക് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള കഴിവൊക്കെ നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, സ്റ്റഡീസ്, അറിവുണ്ടായിരിക്കണം. സോ സ്റ്റഡീസ് ഒരു മനുഷ്യന് 3 കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഡിലൈറ്റ്, ഓർണമെന്റ്, എബിലിറ്റി. അല്ലെ, ഡിലൈറ്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, നമ്മൾ ഏകാന്തമായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വായിക്കുന്നതോടുകൂടി നമുക്ക് സന്തോഷം ഉണ്ടാവും. ഓർണമെന്റ്, നമ്മൾ മറ്റാളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റഡീസ് ഒരു ഓർണമെന്റ് ആയിട്ട് തോന്നും. ആൻഡ് എബിലിറ്റി, അല്ലെ, നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിലും ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അതിലൊക്കെ നമ്മൾ ഇടപഴകുമ്പോൾ നമുക്ക് അവിടെ ഒരു എബിലിറ്റി ഉണ്ടാകുന്നു. ലേൺഡ് മെൻ മാനേജ് പ്രാക്ടിക്കൽ അഫയേഴ്സ് ബെറ്റർ ദാൻ ഓർഡിനറി പീപ്പിൾ. അല്ലെ, അപ്പോ ഈ ലേൺഡ് മെൻ, അറിവുള്ള ആളുകള് സാധാരണക്കാരിൽ നിന്നും കുറച്ചും കൂടെ നന്നായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, കുറച്ചും കൂടെ ഒക്കെ അറിവുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യത്തെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ഒരു ധാരണ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓവർ യൂസ് ഓഫ് ഡെക്കറേറ്റീവ് ലാംഗ്വേജ് മേക്സ് ആർട്ടിഫിഷ്യൽ ആൻഡ് റെഡിക്കുലസ്. അല്ലെ, നമ്മള് ഒരു പാകത്തിനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ വല്ലാണ്ട് ഓവറായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഓവർ യൂസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അതൊരു അനാവശ്യമായ സംസാരം വരികയാണെങ്കിൽ അതൊരു പക്ഷെ എന്താ, ആർട്ടിഫിഷ്യലായിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂടുന്ന തരത്തിൽ മാറാനും സാധ്യതയുണ്ട്. നമുക്ക് അറിവ് വേണം, സ്റ്റഡീസ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അത് ഓവറായാലും എന്താണ്, വിഷയമാണ് എന്നാണ് പറയുന്നത്. സ്റ്റഡീസ് ഇംപ്രൂവ് നാച്ചുറൽ എബിലിറ്റീസ് വെൻ ഗൈഡഡ് ബൈ എക്സ്പീരിയൻസ്. അല്ലെ, സ്റ്റഡീസ് ഒരു വ്യക്തിയുടെ സ്റ്റഡീസും ആളുടെ പഠനവും എക്സ്പീരിയൻസും അനുഭവങ്ങളും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ എബിലിറ്റീസ് മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഫ്രാൻസിസ് ബെക്കോൺ പറയുന്നത്. ഓൾ ബുക്സ് ആർ നോട്ട് ടു ബി റീഡ് ഇൻ ദ സെയിം വേ. അല്ലെ, എല്ലാ ബുക്കുകളും ഒരേ രീതിയിലല്ല വായിക്കുന്നത്. ഓരോ ബുക്കും വായിക്കാൻ ഓരോരോ രീതികളുണ്ട്. നമുക്കറിയാം, കഥാബുക്ക് വായിക്കുന്ന രീതിക്കായിരിക്കണം. ഒരു എസ്സേ ടൈപ്പ് വായിക്കുമ്പോൾ അത് ആ രീതിക്കായിരിക്കണം വായിക്കേണ്ടവ. ഒരു ആത്മകഥ വായിക്കുമ്പോൾ ആ രീതിക്കാണ് വായിക്കേണ്ടത്. സോ ഓരോ ബുക്കും വായിക്കേണ്ടത് വ്യത്യസ്തമായ രീതിയിലാണ്. സം ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ്, സം സാലോഡ്, ഫ്യൂ ചൂഡ് ആൻഡ് ഡൈജസ്റ്റഡ്. അല്ലെ, ചിലത് നമുക്ക് എന്താ, ജസ്റ്റ് സ്വാദ് നോക്കാൻ വേണ്ടി മാത്രം, ജസ്റ്റ് എന്താ കൂളായിട്ടൊന്ന് വായിക്കുക. സം സാലോഡ്, ചില ബുക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഇറക്കണം, ചവച്ചെടുക്കണം, എന്നുവെച്ചാൽ അതിലത്തെ കാര്യങ്ങൾ നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാക്കിയെടുക്കണം. ചിലത് നമ്മൾ എന്ത് ചെയ്യണം, നല്ല ആഴത്തിൽ നല്ല രീതിക്ക് വായിച്ചിട്ട് ഡൈജസ്റ്റ് ആവുന്നത് പോലെ ഇറക്കി ഡൈജസ്റ്റ് ആവുന്ന പോലെ ആഴത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, വായിക്കണം. ലൈറ്റ് ബുക്സ് ക്യാൻ ബി റീഡ് കാഷ്വലി. അല്ലെ, വലിയ ലൈറ്റ് ബുക്സ്, ലഘു ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് സാവധാനം വായിച്ചാൽ മതി, പതുക്കെ സമയം എടുത്ത് വായിച്ചാൽ മതി. ഒറ്റയടിക്ക് വായിച്ചു തീർക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇമ്പോർട്ടൻറ്റ് ബുക്സ് നീഡ് ഡീപ്പ് ആൻഡ് കെയർഫുൾ റീഡിങ്. ആ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാന ബുക്കുകളാണെങ്കിൽ നല്ല സമയത്ത് നമ്മൾ നല്ലതുപോലെ ആഴത്തിൽ വായിച്ച് മനസ്സിലാക്കുകയും വേണം. റീഡിങ് വിത്തൗട്ട് അറ്റൻഷൻ ഗീവ്സ് ലിറ്റിൽ ബെനിഫിറ്റ്. അല്ലെ, നമ്മൾ ഒരു ശ്രദ്ധയില്ലാതെ വായിക്കുന്നത് വെറുതെയാണ്. നമ്മൾ എന്തെങ്കിലും കാര്യം വായിക്കുമ്പോൾ അത്യാവശ്യം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് തന്നെ വായിക്കണം. അതല്ലാത്ത വായന ബെനിഫിറ്റ് ഇല്ലാത്തൊരു സംഭവമാണെന്നാണ് പറയുന്നത്. പ്രോപ്പർ റീഡിങ് ഡെവലപ്സ് മെമ്മറി, വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അല്ലെ,
അതുപോലെ പ്രോപ്പർ ആയിട്ടൊരു വായന ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഡെയിലി ഒരു ഇത്ര മിനിറ്റ് അല്ലെങ്കിൽ ഇത്ര നേരം വായിച്ചിട്ട് പ്രോപ്പർ ഒരു നമ്മൾ റൊട്ടീനായിട്ട് കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല മെമ്മറി പവർ ഉണ്ടാവും, നല്ല വിസ്ഡം അറിവുണ്ടാവും ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ടാവും. ഇപ്പോൾ ഒരു ബുക്ക് ഇപ്പം ഇന്ന് വായിച്ച് 10 ദിവസം കഴിഞ്ഞ് വായിക്കുമ്പോൾ മേ ബി അതൊരു കണക്ഷൻ ഉണ്ടാവില്ല. പക്ഷെ കൃത്യമായ ഒരു പ്രോപ്പർ റീഡിങ്ങിൽ പോവുകയാണെങ്കിൽ നമുക്ക് അറിവും മെമ്മറി പവറും എല്ലാം ഉണ്ടാവും. റീഡിങ് മേക്സ് എ ഫുൾ മാൻ ഇംപ്രൂവ്സ് നോളജ് അല്ലെ. ഒരു മുഴുവനായിട്ടൊരു വ്യക്തിയിൽ അറിവ് പകരാൻ അല്ലെങ്കിൽ അറിവ് ഉണ്ടാക്കാൻ ആർക്ക് സാധിക്കും? റീഡിങ്ങിന് സാധിക്കുമെന്നാണ് പറയുന്നത്. കോൺഫറൻസ് ഡിസ്കഷൻ മേക്സ് എ റെഡി മാൻ ഷാർപ്പൻസ് തിങ്കിങ് അല്ലെ. ആളുകളുമായിട്ട് ഡിസ്കഷൻസ് നടക്കുമ്പോൾ, സംവാദങ്ങൾ ഏർപ്പെടുമ്പോൾ, സംസാരിക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് തിങ്കിങ്ങിനുള്ള കഴിവ് അല്ലെ, എന്ത് പറയണം, നെക്സ്റ്റ് മൊമെന്റിൽ ഞാൻ എന്ത് സംസാരിക്കണം എന്നുള്ള ആ ഒരു ശേഷി ആളുകളിൽ വർദ്ധിക്കും. റൈറ്റിംഗ് മേക്സ് ആൻ എക്സാക്ട് മാൻ ഇംപ്രൂവ്സ് ക്ലാരിറ്റി ആൻഡ് പ്രിസിഷൻ അല്ലെ. ഈ എഴുതുന്നതിലൂടെ എഴുത്ത് ഒരു വ്യക്തിക്ക് കൃത്യതയോട് കൂടിയിട്ട് എന്ത് എഴുതണമെന്നുള്ള പ്രിസസീവായ കാര്യങ്ങൾ നൽകും. ലാക്ക് ഓഫ് റീഡിങ് വീക്കൻസ് വിസ്ഡം അല്ലെ. വായന കുറവാണെങ്കിൽ നമ്മുടെ ബുദ്ധി എന്ത് ചെയ്യും? അറിവ് കുറഞ്ഞു വരുമെന്നാണ് പറയുന്നത്. ലാക്ക് ഓഫ് ഡിസ്കഷൻ വീക്കൻസ് ക്വിക്ക് തിങ്കിങ് അല്ലെ. നമ്മൾ സംസാരം കുറവാണെങ്കിൽ, ആളുകളുമായിട്ടുള്ള സംസാരശേഷി കുറവാണെങ്കിൽ നമ്മുടെ ചിന്താശേഷിയും ചിന്തിക്കാനുള്ള കഴിവും കുറയുമെന്നാണ് പറയുന്നത്. ലാക്ക് ഓഫ് റൈറ്റിംഗ് വീക്കൻസ് മെമ്മറി അല്ലെ. എഴുത്ത് കുറവാണെങ്കിൽ, നമ്മൾ എഴുതുന്നത് കുറവാണെങ്കിൽ നമ്മുടെ ഓർമ്മശക്തിയും കുറയും എന്നാണ് പറയുന്നത്. ഈച്ച് ആക്ടിവിറ്റി കേഴ്സസ് എ ഡിഫക്റ്റ് ഓഫ് ദ മൈൻഡ്. ഈ ഓരോ പ്രവർത്തനവും മനസ്സിന്റെ കഴിവുകളെ എന്ത് ചെയ്യുന്നുണ്ട്? പരിഹരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. സോ നമ്മൾ റീഡ് ചെയ്യുമ്പോഴും, നമ്മൾ റൈറ്റ് ചെയ്യുകയാണെങ്കിലും, നമ്മൾ കോൺവെർസേഷൻ നടത്തുകയാണെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സിലുള്ള ഓരോരോ കഴിവുകൾ നമുക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകളൊക്കെ പരിഹരിക്കാൻ റീഡിങ്ങിനും റൈറ്റിങ്ങിനും ടോക്കിങ്ങിനും ഒക്കെ സാധ്യമാകുമെന്നാണ് ഫ്രാൻസിസ് ബേക്കോൺ പറയുന്നത്. ഡിഫറെന്റ് സബ്ജക്ട്സ് ക്യൂർ ഡിഫറെന്റ് വീക്ക്നെസ് ഓഫ് ദ മൈൻഡ്. ഓരോ വിഷയത്തിനും വ്യത്യസ്തമായ ഗുണങ്ങളുണ്ട്. ഓക്കെ, ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കുന്നതിന് ഒരു ഗുണമുണ്ട്, മാത്സ് പഠിക്കുന്നതിന്, കെമിസ്ട്രി പഠിക്കുന്ന, ഫിസിക്സ് പഠിക്കുന്ന, ഓരോ സബ്ജക്റ്റ് പഠിക്കുന്നതിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗുണങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഹിസ്റ്ററി മേക്സ് മെൻ വൈസ് അല്ലെ. ചരിത്രം പഠിക്കുന്നതിലൂടെ ആ മനുഷ്യൻ ബുദ്ധിമാനായിട്ട് മാറും. കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തുണ്ടാവും? കൂടുതൽ അറിവുകൾ ഉണ്ടാവാണ്. എല്ലാ ഇയേഴ്സിനെ കുറിച്ചും, എല്ലാ കഴിഞ്ഞ വർഷങ്ങളെ കുറിച്ചും, നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തുണ്ടാവാണ്? ബുദ്ധി ഉണ്ടാവുകയാണ്. പോയട്രി മേക്സ് മീൻ വിറ്റി അല്ലെ. കവിത ഒരാള് വിറ്റി ചാതുര്യം വളർത്തുമെന്നാണ് പറയുന്നത്. ഓക്കെ, പോയംസ് പഠിക്കുന്നതോടുകൂടി ഒരു വ്യക്തിക്ക് വിറ്റി ചാരിത്രം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ചാരിത്രമല്ല, ചാതുര്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. മാത്തമാറ്റിക്സ് മേക്സ് ദ മൈൻഡ് ഷാർപ്പ് ആൻഡ് സബ്റ്റിൽ. മാത്സ് പഠിക്കുന്നതോട്, ഗണിതം പഠിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ മൈൻഡ് ഭയങ്കര ഷാർപ്പ് ആവാനും ഭയങ്കര ക്ലിയർ കട്ട് ആവാനും സാധ്യമാകുന്നു. നാച്ചുറൽ ഫിലോസഫി മേക്സ് ദ മൈൻഡ് ഡീപ്പ്. നാച്ചുറൽ ഫിലോസഫി പഠിക്കുന്നതോടെ ഒരു മനസ്സിന് ഏകാന്തത കൊണ്ടുവരാൻ സാധിക്കുന്നു. മോറൽ സ്റ്റഡീസ് മേക്ക് മെൻ സീരിയസ് ആൻഡ് ഡിസിപ്ലിൻ അല്ലെ. വാല്യൂസ്, നൈതിക പഠനത്തിലൂടെ ഒരു വ്യക്തി സീരിയസ് ആവാനും അതുപോലെ തന്നെ വളരെ ഡിസിപ്ലിനോട് കൂടിയിട്ട് അയാളെ ലൈഫ് കൊണ്ട് നടക്കാനും ആൾ പഠിക്കുന്നു. ലോജിക് ആൻഡ് റിട്ടോറിക് ഹെൽപ്പ് ഇൻ ആർഗ്യുമെന്റ് ആൻഡ് ഡിബേറ്റ് അല്ലെ. തർക്കശാസ്ത്രം വാദശേഷി വളർത്തുന്നു എന്നാണ് പറയുന്നത്. ലോജിസ്റ്റിക്സ് ആൻഡ് റിട്ടോറിക്കും എന്ത് ചെയ്യുന്നു? ആർഗ്യുമെന്റ്, ഡിബേറ്റിലൊക്കെ പങ്കെടുക്കാനുള്ള ആ ഒരു കഴിവ് വർദ്ധിപ്പിക്കുന്നു. സ്റ്റഡീസ് ഷേപ്പ് ക്യാരക്ടർ ആൻഡ് മാനേഴ്സ്. ഒരു വ്യക്തിന്റെ ക്യാരക്ടറും ആളുടെ ബിഹേവിയറും ഒക്കെ നല്ല രീതിക്ക് കൊണ്ടുപോകാന് വായന അല്ലെങ്കിൽ പഠനം സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. സോ ഒരാളുടെ ക്യാരക്ടർ ഫോർമേഷൻ ആളുടെ എഡ്യൂക്കേഷനിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്, ആളുടെ വായിൽ നിന്നും സ്റ്റഡീസിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. ശരിയാണ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടാവും. ആ അറിവുകളൊക്കെ പല സമയത്ത് നമുക്ക് പ്രായോഗികമാക്കാനും സാധിക്കും. ആ അറിവിനനുസരിച്ച് നമുക്ക് നമ്മുടെ ക്യാരക്ടറിന് എന്തുണ്ടായിരിക്കും? ചേഞ്ച് ഉണ്ടാവും എന്നാണ് പറയുന്നത്. സ്റ്റഡീസ് അലോൺ മേ മിസ്ലീഡ് വിത്തൗട്ട് എക്സ്പീരിയൻസ് അല്ലെ.
അനുഭവമില്ലാത്ത പഠനം വെറുതെ ആണെന്ന് പറയുന്നുണ്ട്. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം, കുറേ പഠിച്ചോണ്ട് കാര്യമല്ല. അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്തും വേണം, എക്സ്പീരിയൻസും ആവശ്യമാണ്. എക്സ്പീരിയൻസ് കറക്റ്റ്സ് എറേഴ്സ് മെയ്ഡ് ത്രൂ ബുക്കിഷ് നോളജ്, അല്ലെ? നമുക്ക് ഈ ചില ബുക്കിൽ ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടാവും. ഈ തെറ്റുകളെ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് വഴി എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റുമെന്നാണ് പറയുന്നത്. സ്റ്റഡീസ് ഗൈഡ് ബട്ട് എക്സ്പീരിയൻസ് പെർഫെക്റ്റ്സ് ലേണിംഗ്, അല്ലെ? പഠനം നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഏറ്റവും കൂടുതൽ അറിവ് പറഞ്ഞു തരുന്നത്. പഠിക്കുമ്പോൾ നമുക്ക് ശരിയായ വഴിയിലൂടെ പഠിക്കാൻ നമുക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊരു ഗൈഡൻസ് തരുന്നുണ്ട്. പക്ഷെ എക്സ്പീരിയൻസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. പ്രോപ്പർ ബാലൻസ് ഓഫ് സ്റ്റഡി ആൻഡ് എക്സ്പീരിയൻസ് ഈസ് നെസസറി. പഠനവും അനുഭവവും തമ്മിൽ ഒരു തുലനം വേണം, മീൻസ് ഒരു ഇക്വാലിറ്റി വേണം, ഈക്വൽ ആയിരിക്കണം എന്നും പറയുന്നുണ്ട്. ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, കൂടുതലാവാൻ പാടില്ല, കുറവാവാനും പാടില്ല. നോ വീക്ക്നെസ് ഓഫ് മൈൻഡ് ഈസ് ഇൻക്വയറബിൾ ത്രൂ പ്രോപ്പർ സ്റ്റഡി, അല്ലെ? ശരിയായ പഠനത്തിലൂടെ മാത്രമേ മനസ്സിന്റെ ആ ദുർബലതകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാറ്റാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. സോ ഒരു സ്റ്റഡീസ് എങ്ങനെയൊക്കെ ഒരു വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ആൻഡ് സ്റ്റഡീസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഓരോ പഠനവും എങ്ങനെയാണ്, ഓരോ സബ്ജക്ട്സും നമുക്ക് എന്തൊക്കെ നൽകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടുള്ള സ്റ്റഡീസിനെ കുറിച്ചുള്ള ഒരു എസ്സേ ആണ് ഈ ഓഫ് സ്റ്റഡീസ് എന്നുള്ള ഫ്രാൻസിസ് ബെക്കോൺ എഴുതിയിട്ടുള്ള ഈ ഒരു എസ്സേ. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ക്ലിയർ ആണെന്നുള്ളത്. ഒരു ഷോർട്ട് സ്റ്റോറി പഠിക്കുന്ന ലാഘവത്തോടെ നമുക്കിത് പഠിക്കാൻ സാധിക്കില്ല, പക്ഷെ നമുക്ക് പോയിന്റ്സ് മനസ്സിലാക്കിയാൽ നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് നമ്മളുമായിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് എഴുതാവുന്ന ഒരുപാട് പോയിന്റ്സ് ഉള്ള ഒരു ഏരിയയാണ് ഈ ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.